കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരുപാട് മലയാള സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള യഥാർത്ഥ ക്രൂരമായ സംഭവങ്ങളിൽ മലയാള സിനിമയെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 50 വർഷമായിട്ടും ഉത്തരം കിട്ടാത്ത രാജൻ കേസിനെ കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഭാര്യ 1962 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ സിനിമയാണ് ഭാര്യ. കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു യഥാർത്ഥ നീചമായ കൊലപാതകം ഈ സിനിമയിലുണ്ട്. വർഷം 1957, സ്ഥലം തിരുവല്ല. തിരുവല്ലയ്ക്കടുത്തുള്ള ചങ്ങനാശ്ശേരി SB കോളേജിലെ ലെക്ചറായിരുന്നു KM മാത്യു എന്ന സണ്ണി. മറിയാമ്മ എന്ന അമ്മാളിനെ വിവാഹം കഴിച്ച് 2 മക്കളോടും ഭാര്യയോടും കൂടെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാവുന്നത് മൂന്നാമതൊരാളുടെ കടന്നുവരവോടുകൂടിയാണ്. SB കോളേജിലെ ലെക്ചർ ആയിരുന്ന സണ്ണി കോളേജിന് സമീപം സ്വന്തമായി ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിക്കുന്നു. കോളേജിലെയും ഒപ്പം ട്യൂട്ടോറിയൽ കോളേജിലെയും പഠിപ്പിക്കലിലൂടെ സണ്ണി ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു. സണ്ണിയുടെ പെട്ടെന്നുള്ള വളർച്ച കണ്ട ആളുകൾക്കെല്ലാം അസൂയ തോന്നിയതിൽ ഒട്ടും അതിശയിക്കാനില്ല. കാരണം അത്രയും ലാഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ട്യൂട്ടോറിയൽ കോളേജ്. തിരുവല്ലയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരത്തുള്ള ആലപ്പുഴയിലെ സെന്റ് ജോസഫ് കോളേജിൽ നിന്നും ലിസി എന്ന 17 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടി സണ്ണിയുടെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കാൻ വരുന്നു. ക്രമേണ സണ്ണിയും തന്റെ വിദ്യാർത്ഥിയായ ലിസിയും തമ്മിൽ അവിഹിത ബന്ധം ആരംഭിക്കുന്നു. അവരുടെ അവിഹിത ബന്ധം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് കത്തുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ആർക്കും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത, അവർക്ക് മാത്രം അറിയാവുന്ന ലളിതമായ കോഡുകളിലൂടെയായിരുന്നു അവർ കത്തുകൾ കൈമാറിയിരുന്നത്. അതോടൊപ്പം സണ്ണിയും ലിസിയും ഭാര്യാഭർത്തക്കന്മാരെ അഭിനയിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത് താമസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരുടെ കത്ത് സെന്റ് ജോസഫ് കോളേജിലെ അധികൃതർ പിടിച്ചെടുത്ത് കത്ത് സണ്ണിയുടെ ഭാര്യയായ അമ്മാളിന് കൈമാറുന്നു. കത്ത് വായിച്ച അമ്മാള് പൊട്ടിത്തെറിച്ച് ലിസിയുടെ മുഖത്തടിക്കുന്നു. എന്നാൽ പിന്നീട് അറിയുന്നത് സണ്ണിയുടെ ഭാര്യ മറിയാമ്മ എന്ന അമ്മാൾ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്തയാണ്. അമ്മാളിനെ വെടിവെച്ചത് സണ്ണി അല്ലെന്നാണ് സണ്ണി കോടതിയിൽ പറഞ്ഞത്. എന്നാൽ സണ്ണി അമ്മാളിനെ വെടിവെച്ച് കൊന്നതാണെന്ന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി മനസ്സിലാക്കി സണ്ണിക്ക് തൂക്കുകയർ വിധിക്കുന്നു. എന്നാൽ സണ്ണി രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്ത് തന്റെ തൂക്കുകയർ ജീവപര്യന്തമായി കുറയ്ക്കുന്നു. 1957 കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ ഈ കൊലപാതകം 1962 കുഞ്ചാക്കോ ഭാര്യ എന്ന പേരിൽ സിനിമയാക്കുന്നത്. എന്നാൽ സിനിമയിൽ സണ്ണിയുടെ അവിഹിതം കൈയോടെ പൊക്കിയ ഭാര്യ സണ്ണിയെ ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യത്തിൽ സണ്ണി ഭാര്യയെ ചവിട്ടുകയും ചവിട്ടുകൊണ്ട് ഭാര്യ മരിച്ചെന്ന് മനസ്സിലാക്കിയ സണ്ണിയോട് തന്റെ മകൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ സണ്ണിയുടെ അപ്പച്ചൻ തോക്ക് കയ്യിൽ കൊടുത്ത് ഭാര്യയെ വെടിവെക്കാൻ പറയുന്നു. എന്നാൽ വെടിവെച്ചപ്പോഴാണ് സണ്ണിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഭാര്യ മരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഗൺഷോട്ടിലൂടെ ഭാര്യ മരണപ്പെടുകയും പിന്നീട് സണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തന്റെ ഭാര്യയുടെ ശവശരീരത്തിനടുത്ത് പോയി സണ്ണി കുറ്റബോധത്താൽ കരയുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ്. തന്റെ അവിഹിതം കൈയോടെ പൊക്കിയ ഭാര്യയെ ക്രൂരമായി വെടിവെച്ച് കൊന്ന ഈ കേസ് തിരുവല്ല അമ്മാൾ കൊലക്കേസ് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥ കൊലക്കേസിലെ സാഹചര്യ തെളിവുകളും കുറച്ച് സിനിമാറ്റിക് എലമെന്റും ചേർത്താണ് ഭാര്യ എന്ന സിനിമ അവർ നിർമ്മിച്ചത്. ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഔട്ട് ഓഫ് സിലബസ്. വർഷം 2005 ഒക്ടോബർ 21. കോട്ടയത്തെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പഠിക്കാനായി വരുന്നു. വളരെ സാധാരണ കുടുംബത്തിലെ ആ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് തന്റെ മരണം വരെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത റാഗിംഗ് ആയിരുന്നു. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികൾ റാഗിങ്ങിന്റെ പേരിൽ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കോളേജ് ലബോറട്ടറിയിൽ വെച്ച് ആ 17 വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്യുന്നു. സംഭവം പുറംലോകമറിഞ്ഞ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതികൾ സാമ്പത്തികവും അധികാരവുമുള്ള വീട്ടിലെ കുട്ടികളായതുകൊണ്ട് തന്നെ കോളേജ് അധികൃതരും നിയമവും അവരെ സംരക്ഷിച്ചു. എന്നാൽ പെൺകുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ ചാർജ് ചെയ്ത് പ്രതികളായ രഞ്ജിത്ത് വർഗീസ്, ആഷ്ലി വർഗീസ്, റോബിൻ പോൾ, ഡിവൈൻ ഫിലിപ്പ് എന്നിവരെ ഒരുപാട് സമ്മർദ്ദത്തിന് ശേഷം പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം കുറ്റം ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇരയെ ചികിത്സിച്ച ഡോക്ടർ മെഡിക്കൽ ലീഗൽ നടപടികൾ പാലിക്കാത്തത് മൂലം ഡോക്ടറിനെയും കോളേജിൽ ഒരു കൂട്ടബലാത്സംഗം നടന്നിട്ടും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത കോളേജ് അധികൃതരെയും പ്രതിപട്ടികയിൽ ചേർത്ത് പോലീസ് കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോഴേക്കും മാനസിക നില പൂർണ്ണമായി തകർന്ന പെൺകുട്ടി കോഴ്സ് പാതി വഴിയിൽ നിർത്തി കൊല്ലത്തെ ഒരു നഴ്സിംഗ് കോളേജിൽ പിന്നീട് പഠനം പൂർത്തീകരിച്ചു. അതിക്രൂരമായ ഈ ഒരു സംഭവം നടന്നതിന്റെ പിറ്റേ വർഷം ഔട്ട് ഓഫ് സിലബസ് എന്ന ക്യാമ്പസ് സിനിമയിലെ ഒരു കഥയായി ഈ സംഭവം കാണിച്ചപ്പോൾ പാർവതി തിരുവോത്താണ് ഇരയുടെ റോളിൽ അഭിനയിച്ചത്. ഈ സിനിമയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പഠിച്ച് അതിജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഇതേ സംഭവം അടിസ്ഥാനമാക്കി 2010 ബ്രഹ്മാസ്ത്രം എന്ന പേരിൽ സൈജു കുറുപ്പിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം എന്ന സിനിമയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി തന്നെ ഉപദ്രവിച്ചവരെല്ലാം തിരഞ്ഞു കണ്ടെത്തി പ്രതികാരം ചെയ്ത് കൊന്ന് പിന്നീട് പഠിത്തം ഉപേക്ഷിച്ച് സാധാരണക്കാരിയെ ജോലി ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രാക്ഷസ രാജാവ്. മലയാള സിനിമയിൽ ആദ്യമായി വയലൻസ് കാണിച്ച് ഷൂട്ട് ചെയ്ത 2001 വിനയൻ മമ്മൂട്ടി സിനിമയാണ് രാക്ഷസ രാജാവ്. സിനിമയിൽ കൊച്ചിൻ ഹനീഫയുടെ ആറ്റുവ ആന്റണി എന്ന കഥാപാത്രത്തിന്റെ കുടുംബത്തിൽ കൂട്ടക്കൊല നടത്തുന്നതായി കാണിക്കുന്നുണ്ട്.
എന്നാൽ അതേ വർഷം കേരളത്തിൽ നടന്ന ആലുവ കൂട്ടക്കൊല അഥവാ മാഞ്ഞൂരാൻ കൂട്ടക്കൊലയുടെ ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ഒരു സംഭവം. വർഷം 2001 ഓഗസ്റ്റ് 31. ആലുവയിലെ മാഞ്ഞൂരാൻ ഹാർഡ്വെയർസിന്റെ ഉടമയായ അഗസ്റ്റിൻ മാഞ്ഞൂരാനും കുടുംബവും രാത്രിയിൽ സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നു. അഗസ്റ്റിൻ മാഞ്ഞൂരാന്റെ അമ്മയും സഹോദരിയും മാത്രമായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. ആ സമയം അഗസ്റ്റിൻ മാഞ്ഞൂരാന്റെ അകന്ന ബന്ധുവായ ആന്റണി മാഞ്ഞൂരാൻ വീട്ടിൽ അതിക്രമിച്ച് കയറി വൃദ്ധയായ അമ്മയും സഹോദരിയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന അഗസ്റ്റിൻ മാഞ്ഞൂരാനെയും ഭാര്യ ബേബിയെയും 2 കുട്ടികളെയും കത്തിയും കോടാലിയും ഉപയോഗിച്ച് ആന്റണി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ ഒറ്റ രാത്രിയിൽ ആന്റണി ഒരു കുടുംബത്തിലെ 6 പേരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി അഗസ്റ്റിനോട് പൈസ ചോദിച്ചെങ്കിലും പൈസ കിട്ടാത്തത് കൊണ്ട് അതിന്റെ ദേഷ്യത്തിലാണ് ആന്റണി നാടിനെ നടുക്കിയ ആ ഒരു കൂട്ടക്കൊല നടത്തിയത്. ആ ക്രൂരമായ കൊലപാതകം ചെയ്ത ആന്റണിയെ കോടതി 2006 വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇന്ത്യൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയെങ്കിലും പ്രസിഡന്റ് അത് തള്ളിക്കളഞ്ഞു. അതിനുശേഷം സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കി കുറച്ചു. ആലുവ കൂട്ടക്കൊല നടന്ന അതേ വർഷം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി സിനിമയിൽ അവതരിപ്പിച്ചെങ്കിലും ആ ഒരു സീൻ ഇപ്പോൾ കാണുമ്പോഴും ഉള്ളിലൊരു പെടച്ചിലാണ്. കോൾഡ് കേസ്. 2021 പൃഥ്വിരാജ് സിനിമയാണ് കോൾഡ് കേസ്. വിശ്വാസവും ലോജിക്കും തമ്മിലുള്ള അന്തർധാരയാണ് സിനിമ കാണിക്കുന്നെങ്കിലും യഥാർത്ഥ ഒരു സംഭവത്തെ ഗംഭീരമായി സിനിമയിൽ അവർ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ചാക്കിൽ കെട്ടിയ ഒരു പഴയ തലയോട്ടി കിട്ടുകയും അതൊരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടേതാണെന്നും ആ തലയോട്ടിയിലുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ പല്ലിന്റെ സ്ക്രൂ ബേസ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് 3 വർഷം മുൻപ്, അതായത് 2018 കൊച്ചിയിലെ കായലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന വള്ളക്കാർക്ക് കോൺക്രീറ്റ് നിറച്ച ഒരു നീല ബാരൽ കിട്ടുന്നു. ആ ബാരൽ തുറന്നു നോക്കിയപ്പോൾ കോൺക്രീറ്റിനുള്ളിൽ ഒരു സ്ത്രീയുടെ അസ്ഥികൂടം കിട്ടുകയും ആ അസ്ഥികൂടത്തിന്റെ കണ്ണങ്കാലിൽ 6.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു സർജിക്കൽ മാല്യോളർ സ്ക്രൂ കണ്ടെത്തി അതിന്റെ ബാച്ച് നമ്പർ കണ്ടെത്തിയ ശേഷം അത് 54 വയസ്സുള്ള ശകുന്തളയുടേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അസ്ഥികൂടത്തിന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തിയ സ്ക്രൂ ആയിരുന്നു കേസിന്റെ പ്രധാന വഴിത്തിരിവ്. എന്നാൽ ശകുന്തളയെ കൊന്നത് ശകുന്തളയുടെ മകളുടെ കാമുകനാണെന്നും 2016 നടത്തിയ ഈ കൊലപാതകം 2 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയപ്പോൾ പോലീസ് തന്നെ പിടിക്കുമെന്നുള്ള പേടിയാൽ കൊലപാതകി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് മരണപ്പെട്ട ശകുന്തളയുടെ മകൾ അശ്വതിയെ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ കേസ് പോലീസ് തെളിയിച്ചത്. ഈ ഒരു സംഭവത്തിന്റെ പ്രധാന തീം എടുത്ത ശേഷം സിനിമയിൽ കൊലപാതകത്തിന്റെ കാരണം അവർ മാറ്റുകയാണ് ചെയ്തത്. യഥാർത്ഥ കേസിൽ അവിഹിത ബന്ധമായിരുന്നു കാരണമെങ്കിൽ കോൾഡ് കേസിൽ പൈസയായിരുന്നു കൊലപാതകം ചെയ്യാനുള്ള കാരണം. നല്ലൊരു കണ്ടന്റ് ഉണ്ടായിരുന്നിട്ടും അതിൽ ഹൊറർ എലമെന്റ് ഉൾപ്പെടുത്തിയപ്പോൾ സിനിമ കണ്ട സമയത്ത് പ്രേക്ഷകർക്ക് എന്തോ കാര്യമായി കണക്ട് ആയില്ല. മദ്രാസിലെ മോൻ. ഏറെക്കാലം കുവൈറ്റിൽ ജോലി ചെയ്ത് വലിയ സമ്പാദ്യവുമായി നാട്ടിലെ വീട്ടിലേക്ക് വന്ന കുട്ടികളില്ലാത്ത ദമ്പതികളായിരുന്നു KC ജോർജും ഭാര്യ റേച്ചലും. 1980 ഒക്ടോബർ 6 രാവിലെ വീട്ടുജോലിക്കെത്തിയ പണിക്കാരി ജോർജിനെയും ഭാര്യ റേച്ചലിനെയും കൊല്ലപ്പെട്ട നിലയിൽ വീടിനുള്ളിൽ കാണുന്നു. ഇരുവർക്കും കുത്തേറ്റിരുന്നുവെന്ന് മാത്രമല്ല, കത്തി അപ്പോഴും റേച്ചലിന്റെ വയറ്റിൽ തറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അന്വേഷണം ആരംഭിച്ച പോലീസിന് ലഭിച്ചത് വീടിനുള്ളിൽ രക്തം പുരണ്ട കടലാസിൽ പതിഞ്ഞ പുത്തൻ ഷൂസിന്റെ പാടുകളായിരുന്നു. കേരളത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയ ഇനം ഡിസൈനുള്ള ഷൂസിന്റെ ഹീല് കേരള പോലീസിന് ഒരുപാട് വട്ടം കർക്കിപ്പിച്ചു. കൊല നടത്തിയത് ഒരു പ്രൊഫഷണൽ കില്ലർ ആണെന്ന നിഗമനത്തിൽ അവർ ഒടുവിൽ എത്തിച്ചേർന്നു. ആ ഒരു പ്രൊഫഷണൽ കില്ലർക്ക് വേണ്ടിയുള്ള തിരച്ചിലിനൊടുവിൽ പോലീസിന് മനസ്സിലായി ഇതൊരു പ്രൊഫഷണൽ കൊലയാളിയല്ല, പകരം ആഡംബരപ്രിയരായ കുറെ ചെറുപ്പക്കാരായിരിക്കാമെന്ന്. പിന്നീട് ജോലിക്കാരി ചോദ്യം ചെയ്തപ്പോൾ തലേ ദിവസം കൊല്ലപ്പെട്ടവരുടെ ബന്ധത്തിലുള്ള മദ്രാസിൽ താമസിക്കുന്ന മദ്രാസിലെ മോൻ വന്നുവെന്ന് പറഞ്ഞത് കേട്ട പോലീസ് ജോർജിന്റെയും റേച്ചലിന്റെയും ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി. കൊല്ലപ്പെട്ട KC ജോർജിന്റെ ഒരു ബന്ധു മദ്രാസിൽ പഠിക്കുന്നുണ്ടായിരുന്നു, റെനി ജോർജും കൂടെ മൗറീഷ്യൻ, കെനിയൻ, മലേഷ്യൻ സ്വദേശികളായ 3 പേരും കൂടെയാണ് കൊല നടത്തിയത് എന്ന് ഒടുവിൽ കണ്ടെത്തി. മദ്രാസിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്ന ഇവർ മദ്യത്തിനും ലഹരിമരുന്നിനും അടിമകളായി പണമുണ്ടാക്കാൻ വേണ്ടി ചെറിയ മോഷണങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് ബന്ധുവായ ജോർജിനെയും ഭാര്യ റേച്ചലിനെയും കൊലപ്പെടുത്തിയത്. ജോലിക്കാരിയുടെ വായിൽ നിന്നും വീണ മദ്രാസിലെ മോൻ എന്ന വാക്കാണ് കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിനെ ഏറെ കുഴപ്പിച്ച ഈ കേസ് അടിസ്ഥാനമാക്കി 1982 മദ്രാസിലെ മോൻ എന്ന പേരിൽ ഒരു സിനിമ പുറത്തിറക്കി. സിനിമ വലിയ ഹിറ്റാവുകയും മോഹൻലാലിന്റെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കുകയും ചെയ്തു. 1980 നടത്തിയ ഈ കൊടൂര കുറ്റകൃത്യം കരിക്കൻ വില്ല കൊലപാതകം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഈ സമയം ജയിലിൽ കഴിഞ്ഞിരുന്ന റെനി ജോർജ് തന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങി വലിയ ഹിറ്റായി പണമുണ്ടാക്കിയ കാര്യമറിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നും പരോളിന് പുറത്തിറങ്ങിയ അയാൾ സിനിമയുടെ നിർമ്മാതാവിനെ ഭീഷണിപ്പെടുത്തി 60,000 രൂപ വാങ്ങി. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ഇത്രയും വലിയ കൂട്ടക്കൊല നടത്തിയ റെനി ജോർജ് ഒരു പ്രാർത്ഥനാ സംഘത്തിൽ ചേർന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആത്മീയ പാതയിലേക്ക് ആനയിക്കപ്പെട്ടു. പിന്നീട് ബൈബിൾ സുവിശേഷകനായി നടന്ന് പഴയ സ്വഭാവമെല്ലാം മാറ്റി ജീവിതം തുടർന്ന അയാൾ വിവാഹം കഴിച്ച് ഒരു കുടുംബസ്ഥനായി. തന്നെ പിടികൂടാൻ പോലീസിന് സഹായം കൊടുത്ത ജോലിക്കാരെയും കുടുംബത്തിലെ മറ്റംഗങ്ങളെയും നേരിട്ട് കണ്ട് അയാൾ ക്ഷമ പറഞ്ഞ് കരഞ്ഞു. കൊലപാതകിയായ റെനി ജോർജും ഭാര്യയും ഇപ്പോൾ ബാംഗ്ലൂരിൽ തടവുകാരുടെ മക്കൾക്കായി ഭവനം നടത്തി വരുന്നു. കരിക്കിൻ വില്ല ഇന്നൊരു പ്രാർത്ഥനാ ഭവനമാണ്.
കൊലപാതകിയായ റെനി ജോർജ് മാനസാന്തരപ്പെട്ട ശേഷം പല ഇന്റർവ്യൂകളിൽ വന്നിരുന്ന തന്റെ കുറ്റമേറ്റു പറയുന്ന വീഡിയോകളും നിങ്ങൾക്ക് ഇന്നും വ്യക്തമായി കാണാൻ കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.